നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ശിവ തന്റെ ഫ്ലാറ്റിൽ കയറി ഫ്രഷായി നേരെ ബിനുവിന്റെ ഫ്ലാറ്റിലെത്തി. ഡോർ തുറന്ന് കിടന്നത് കൊണ്ട് അവൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു, ആ മോനെ ശിവ, ഞാനേ കുഞ്ഞിപ്പെണ്ണൊന്ന് കുളിപ്പിക്കുക, ഇപ്പൊ വരാട്ടോ. അകത്തെ ബാത്റൂമിൽ നിന്ന് സാറ വിളിച്ച് പറഞ്ഞതും ആ ഓക്കെ ആൻറ്റി എന്നും പറഞ്ഞവനിരുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ ഒച്ചയും ചിരിയൊക്കെ അവന് വെളിയിൽ നിന്ന് കേൾക്കാമായിരുന്നു. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് ശിവ ശ്രദ്ധിച്ചത്. അത് സാറാൻറ്റിയുടെ ഫോണാകുമെന്ന് അവൻ ഊഹിച്ചു. 3-4 തവണയായി നിർത്താതെയുള്ള ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ചെന്ന് ഫോൺ എടുത്തു. എന്നാൽ ആ ഫോണിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവനൊന്ന് സ്റ്റക്കായി. ആനുക്കുട്ടി. ശിവയുടെ നെറ്റി ചുരുങ്ങി. അവൻ കൈ നീട്ടി ആ ഫോൺ കയ്യിലെടുത്ത് അതിൽ ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒരുങ്ങിയതും ശിവച്ചോ കുഞ്ഞിപ്പെണ്ണ് കൊഞ്ചിക്കൊണ്ട് അവനെ വിളിച്ചു. ശിവ വേഗം തിരിഞ്ഞു നോക്കി. ഒരു ടർക്കിയിൽ സാറ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ് കുഞ്ഞിനെ. കുഞ്ഞിപ്പെണ്ണിന്റെ കഴുത്തിലും മുഖത്തൊക്കെയായി വെള്ളത്തുള്ളികൾ പറ്റി നിൽക്കുന്നുണ്ട്. ആഹാ, ഇതാരാ ഇത്? ശിവച്ചന്റെ പൊന്നാണോ? അവനൊരു ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ചതും കുഞ്ഞിപ്പെണ്ണ് സാറയുടെ കയ്യിൽ നിന്ന് ശിവയുടെ അടുത്തേക്ക് പോകാൻ കുതിരി. ശിവ മുൻപോട്ട് ചെന്നവളെ വാരിയെടുത്തു. ചാരം എന്നെ കുയിപ്പിച്ച് ചോദിച്ചു. കുഞ്ഞു ചുണ്ടൊന്ന് മലത്തി പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ശിവയോട് പറഞ്ഞു. ആണോ? എന്തിനാ സാറമ്മ എന്റെ കുഞ്ഞിനെ കുളിപ്പിച്ചേ? അവൾക്ക് ബാബുവാണെന്ന് അറിയില്ലേ സാറമ്മക്ക്? ആയില്ലേ ചാഞ്ഞമ്മയ്ക്ക്? ശിവര് കുഞ്ഞു ഗൗരവത്തിൽ സാറയോട് ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണും അതേ ടൂണിൽ സാറയോട് ചോദിച്ചു. അയ്യടി ചട്ടമ്പി, അവളുടെ ഒരു ചോദ്യം കേട്ടോ. സാറ കുഞ്ഞിന്റെ കവിളിലൊന്ന് പിച്ചി. നിനക്കറിയോ ശിവ, ഒരു ഇത്തിരി കുറുക്കി ഈ കാന്താരിക്ക് കൊടുത്തതാ ഞാൻ. കൊടുത്തതിന്റെ പകുതി ഇവൾ ഉടുപ്പിലാക്കി. ബാക്കി ഇതേ കണ്ടോ എന്റെ ദേഹത്തും. അതെല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞ് ഒന്ന് മേല് കഴുകാൻ കൊണ്ടുപോയതാ. അപ്പൊ പെണ്ണിന് വെള്ളത്തിൽ കളിക്കണം. പകലിലെ വെള്ളം മുഴുവൻ കൈകൊണ്ട് തട്ടി കളിച്ച് എന്നെ മുഴുവൻ നഞ്ചി കുറുമ്പി. സാറ പറഞ്ഞതും ശിവ കുഞ്ഞിപ്പെണ്ണും നോക്കി. അവളത് ഞാനില്ലെന്ന രീതിയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ശിവയുടെ തോളിലേക്ക് ചാഞ്ഞു. ശിവ ഒരു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. കണ്ടോ അവളുടെ കുറുമ്പ്? പണ്ടും അവളുടെ അപ്പനും ഇതുപോലെയാ. എന്തേലും കള്ളത്തരം കാണിച്ചിട്ട് വന്നിട്ട് ഓൾ ഇതുപോലെ എൻ്റെ തോളിൽ ചായും. ആ അപ്പൻ്റെ അല്ലേ മോള്? സാറ തൻ്റെ സാരിയിൽ പറ്റിയ വെള്ളം ഒന്ന് തൂത്തുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. സാറയുടെ വായിൽ നിന്നും വീണ്ടും ആൽബിയുടെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞത് ശിവ ശ്രദ്ധിച്ചു. അവന് വീണ്ടും സംശയം തോന്നി. അതിനെപ്പറ്റി സംസാരിച്ചാലോ എന്ന് അവൻ ഓർത്തു. അല്ല സാറാൻറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ശിവ? അത് ആൽഫി ഇതിനു മുൻ ശിവ ചോദിക്കാനായി തുടങ്ങിയതും അവന്റെ കയ്യിൽ നിന്ന് സാറയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ആ ആൻറ്റി, ഞാൻ പറയാൻ വിട്ടു. ഇതാ ആൻറ്റിയുടെ ഫോണ്. 1-2 തവണ റിങ് ചെയ്തപ്പോൾ ആരിലും അത്യാവശ്യത്തിന് വിളിക്കാണെന്ന് കരുതി ഞാൻ എടുത്തതാ. അപ്പൊ കട്ടായി. ഒരു അന്നക്കുട്ടിയെ വിളിക്കുന്നേ. തൻ്റെ കയ്യിലുണ്ട ഫോണ് സാറൊക്കെ നേരിട്ട് ശിവ പറഞ്ഞതും സാറ നെഞ്ഞെട്ടി. അവര് പിറക്കുന്ന കൈകളാൽ ആ ഫോണ് വാങ്ങി. ആരാ അന്നക്കുട്ടി? അത് അല്ല, അനുഗ്രഹ. എൻ്റെ ഹോമിലുള്ള കുട്ടിയാ. എനിക്ക് മോളെ പോലെ അവള്. അതിനാ ഞാൻ അന്നക്കുട്ടി എന്ന് വിളിക്കുന്നേ. ശിവ ചോദിച്ചതിൻ്റെ ഒരു പതർച്ചയോടെ സാറ മറുപടി പറഞ്ഞു. എന്തിനാവശ്യം കാണും? അതാവും ഒത്തിരി തവണ വിളിക്കുന്നേ. ആൻറ്റി പോയി ഫോണിൽ സംസാരിക്ക്, കുഞ്ഞെ ഞാൻ റെഡിയാക്കാം. ശിവ പറഞ്ഞതും സാറ തലയാട്ടി സമ്മതിച്ചു. അവൻ കുഞ്ഞിപ്പെണ്ണയും എടുത്തുകൊണ്ട് നീയുടെ മുറിയിലേക്ക് പോയി. എൻ്റെ കർത്താവേ, ശിവക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ തോന്നാതിരുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ് സാറ നെഞ്ചിലൊന്ന് കൈവച്ചു. ആ ദിവസം മുഴുവൻ നീ ആൽഫിക്കൊപ്പം ക്യാബിനിൽ തന്നെയായിരുന്നു. ആൽഫിയുടെ ക്യാബിനുള്ളിൽ തന്നെ നീയക്കായി ഒരു സീറ്റ് സെറ്റ് ചെയ്തതിനാൽ ഇനി അവളോട് അവിടെ ഇരുന്നാൽ മതിയെന്ന് ആൽഫി ഓർഡർ ഇട്ടു. മനസ്സിലാ മനസ്സോടെ നീ അവിടെ തന്നെ ഇരുന്നു. കാര്യമായ ജോലിയൊന്നുമില്ലെങ്കിലും ആൽഫിയുടെ കിടക്ക് ചായ, ലൈമ്, ജ്യൂസ്, കോൾഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് അവൾ അടുത്ത് വിളിപ്പിക്കും. താൻ കഴിഞ്ഞ ദിവസം മൂണിന്റെ പേരിൽ പറഞ്ഞതിനാണ് ഇപ്പൊ തന്നോട് ഇങ്ങനെയൊക്കെ പകരം വീട്ടുന്നതെന്ന് അവൾ ഓർത്തു. നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും തൻ്റെ ജോലി ഓർത്ത് അവൾ അവൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നു. ഇന്നിനി ലീവ് കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. സാറമ്മ അവിടെ ഫ്ലാറ്റിലുള്ളത് കൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യത്തിൽ സമാധാനം നീക്കുന്നുണ്ട്. എന്നാൽ ആൽവി വല്ലാത്തൊരു സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. അപ്പോഴെല്ലാം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം തൻ്റെ പ്രിയപ്പെട്ടവളുമായി ഒരു മുറിയിൽ ഇത്രയും നേരം ഇരിക്കുന്നത് അവന് തെല്ലുന്നുള്ള സന്തോഷം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് ഫുൾ ടൈം ചിരിയുണ്ടായിരുന്നു. എത്രയൊക്കെ നോക്കണ്ടെന്ന് വാശി പിടിച്ചെങ്കിലും ആൽവിയുടെ ചെമ്മൻ താടികൾക്കിടയിൽ ആ നുണക്കുഴി ചിരി കാണാനായി നീയുടെ കണ്ണുകൾ അവനിലേക്ക് പായുന്നുണ്ടായിരുന്നു. തന്നിലേക്ക് നീളുന്ന അവളുടെ ആ ഒളിഞ്ഞു നോട്ടം അവനും അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ മുറിയിലൂടെ ഒരു പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അനു. ജെസ്സിയും ക്രിസ്റ്റീനയും വീട്ടിലേക്ക് താമസം മാറുന്നത് അവൾക്ക് സഹിക്കാവുന്നില്ല. പക്ഷെ
ഈ കാര്യം പപ്പയോട് പറയാനും അവൾക്ക് ആവുന്നില്ല. കാരണം പണ്ടത്തെ പോലെ പപ്പയോടോ ചേട്ടായിയോടോ അധികാരത്തോടെ സംസാരിക്കാൻ തനിക്കിപ്പോൾ ആവില്ലെന്ന് അവൾ ഓർത്തു. എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് സാറയുടെ കാര്യം അവൾ ഓർത്തത്. ഇതിനോടകം പലപ്പോഴായി സാറയുമായി ഫോണിൽ കൂടെ അവൻ സംസാരിക്കുന്നുണ്ട്. പരസ്പരം നല്ലൊരു ബന്ധം അവർ തമ്മിൽ ഇപ്പോഴുണ്ട്. അങ്ങനെയാണ് സാറയെ വിളിച്ച് ഈ കാര്യം പറയാൻ ഓർത്തത്. അപ്പോൾ തൊട്ട് വിളിക്കുവാണ്. എന്നാൽ ആൻറ്റി ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. സാറയുടെ പേര് കണ്ടതും അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എവിടെയായിരുന്നു ആൻറ്റി? ഞാൻ എത്ര തവണ വിളിച്ചെന്ന് അറിയോ? ആൻറ്റി ഇത്തിരി ദേഷ്യത്തിൽ സാറയോട് ചോദിച്ചു. സോറി മോളെ, കുറച്ച് തിരക്കിപ്പെട്ടു പോയി, ഫോൺ എടുക്കാൻ പറ്റിയില്ല. മോളെന്താ വിളിച്ചേ? സാറ ചോദിച്ചത് നീ രാവിലെ ജെസ്സിയും പോളും വീട്ടിൽ വന്ന കാര്യവും ജെസ്സിക്കയും ക്രിസ്റ്റീനയും ഇനി വീട്ടിൽ നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് നല്ലതുപോലെ അറിയാം സാർ ആൻറ്റി. ഒന്നും കാണാതെ ആ തള്ളയുടെ ഭാഗത്ത് നീ ഇങ്ങനൊന്നും വരില്ല. കാഞ്ഞ വിത്താവര്. ഇനി എന്താ ഞാൻ ചെയ്യുന്നേ? മോള് വിഷമിക്കാതെ, അത് നിന്റെ വീടാ. അവിടെ അവർ വന്ന് എന്ത് കാട്ടാനാ? പിന്നെ ഒരു തലത്തിൽ ജെസ്സിയും മകളും അവിടെ ഇപ്പം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം കൂടിയുണ്ട്. എന്ത്? അനു മനസ്സിലാവാതെ ചോദിച്ചു. മോള് തന്നെയല്ലേ പറഞ്ഞത് അന്നത്തെ സംഭവത്തിന് ശേഷം ക്രിസ്റ്റീനയുമായി മോള് സംസാരിച്ചിട്ടില്ലെന്നും ക്രിസ്റ്റീന നിനക്ക് മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറി നടക്കുവാണെന്നും? അതെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റീനയുടെ മേൽ നിന്റെ കണ്ണുണ്ടാവാൻ അവൾ അവിടെ നിന്റെ അടുത്തുള്ളത് നല്ലതാ. സാറ പറഞ്ഞതും അത് ശരിയാണെന്ന് അനുവിന് തോന്നി. തന്നെ കൊണ്ട് അന്ന് നീക്കെതിരെ അത്രയും ചെയ്യിപ്പിച്ചത് അവൾ ഒരുത്തിയാണ്. എന്നിട്ട് അന്ന് ശിവേട്ടൻ ചോദിച്ചപ്പോൾ അവൾ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈമലെത്തി. എല്ലാം താൻ തന്നെ ചെയ്തതാണെന്ന് അവൾ ഏട്ടനോട് പറഞ്ഞു. എല്ലാവർക്കും മുന്നിലും എന്നെ മാത്രം കുറ്റക്കാരിയാക്കി നല്ല വിളച്ചമഞ്ഞു. പക്ഷേ പിന്നെ എൻ്റെ മുന്നിൽ വരാൻ അവൾ തയ്യാറായിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഇത് നല്ലൊരു അവസരമാണ്. അനുകൂലമായി ചിന്തിച്ചു. അവളുടെ മുഖമൊന്ന് വിടർന്നു. ശരിയാ സാറമ്മ പറഞ്ഞ്, ഇത് നല്ലൊരു അവസരം തന്നെയാ. അനു പറഞ്ഞതും സാറേന്ന് ചിരിച്ചു. ചാരമേ! പെട്ടെന്ന് കുഞ്ഞിപ്പണ്ണിന്റെ ചിരിയോടെയുള്ള വിളി അവിടെ ഉയർന്നു കേട്ടു. ഫോണിന്റെ മറുതറക്കൽ നിന്നും അനുവും വാച്ച് കേട്ടു. അനുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കൊഞ്ചിയുള്ള വിളിയും ചിരിയും ഒന്ന് ആഞ്ഞുകൊണ്ടു. അത് ആരാ സാറമ്മേ? ആ കുഞ്ഞാരാ? വിടർന്ന കണ്ണുകളാൽ അനു ആവേശത്തോടെ സാറയോട് ചോദിച്ചു. അതോ, അതെന്റെ മകന്റെ കുഞ്ഞാ മോളെ. അവൾ ഇവിടെ ഉണ്ട്. ആണോ? എന്തോ ആ കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോൾ ഉള്ളിൽ എന്തൊരു സന്തോഷം പോലെ സാറമ്മേ. എൻ്റെ ആരോ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് നിറഞ്ഞു പോയ തൻ്റെ കണ്ണുകൾ തൂത്തൊരു ചിരിയോടാണ് പറഞ്ഞതും സാറേ ഉള്ളൂന്ന് വിളിഞ്ഞു. ആ മോളെ, ഞാൻ പിന്നെ വിളിക്കാമേ. അത്രയും പറഞ്ഞ് സാറ ഫോൺ വെച്ചു. എന്തോ ഇനിയും കൂടുതൽ സംസാരിച്ചാൽ അറിയാതെ താൻ കുഞ്ഞിന്റെ കാര്യം അനുവിനോട് പറയുന്നു സാറക്ക് തോന്നി. സാറ ഫോൺ വെച്ചിട്ടും അനുവിന്റെ മനസ്സിൽ ആ കൊഞ്ചിച്ചിരി തങ്ങി നിൽക്കുകയായിരുന്നു. സ്വന്തം കൂടപ്പറപ്പിന്റെ ചോരയെ തന്നെയാണ് താൻ കാതങ്ങൾക്കപ്പുറം ഇരുന്ന് കേട്ടതെന്ന് ആ പെണ്ണറിഞ്ഞില്ല. ചിക്കൻ പപ്സ് 40, മിൽക്ക് ഷേക്ക് 70, പാൽ ബണ്ണ് 20, കൂടെ എനിക്കൊരു വാട്ട ചായ 10 രൂപ, മൊത്തം കൂടി 140 രൂപ. ഓ, ഈ ചുള്ളിക്കൊമ്പിന് റൗണ്ട് ഇട്ട് 10 രൂപ കൂടി പൊട്ടിക്കമ്മേലായിരുന്നു. എങ്കിലും 150 ശാപം. ഇങ്ങനെ പോയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാലറി മൊത്തം ഇവൾക്ക് പപ്സും ചായയും വാങ്ങിക്കൊടുക്കാനും തികയും. പുല്ല്. കയ്യിലിരിക്കുന്ന ബില്ല് ദേഷ്യത്തോളം ചുരുട്ടിയെറിഞ്ഞ് പല്ല് കടിച്ചു വീണു. ഇന്ന് വൈകുന്നേരം കോളേജിൽ വെച്ച് നിത്യവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിപ്പിച്ച ഫുഡിന്റെ ലിസ്റ്റായിരുന്നത്. കോളേജ് വിട്ടു വന്നവൻ വൈകുന്നേരം തിരികെ ഫ്ലാറ്റിലെത്തിയതാണ്. അല്ല, ആരെയും അനക്കൊന്നുമില്ലല്ലോ ഇവിടെ. നീച്ചി ലീവ് എടുത്തോണ്ട് വന്നില്ലേ? ഇനി ഓഫീസിൽ നിന്ന് അതൊരു സാറമ്മയും കുഞ്ഞുമറ്റും വെളിയിൽ പോയോ? ശാന്തമായിരിക്കുന്ന ഫ്ലാറ്റിന്റെ ഉള്ളിലൂടെ ഒന്ന് കണ്ണൊടിച്ചു വീണു. അവരകത്തെല്ലാം ഒന്ന് കയറി നോക്കി. ആരില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഡോർ ആഞ്ഞു തുറന്ന് നീ അകത്തേക്ക് വന്നത്. കയ്യിലെ ഹാൻഡ് ബാഗ് ദേഷ്യത്തോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ആളുടെ സോഫയിലേക്ക് ഇരുന്നവളി. ആ, നിച്ചി വന്നു. അല്ല, സാറാഞ്ചി കുഞ്ഞുസ് എന്താ നിച്ചി ഇവിടെ എങ്ങനെ കാണുന്നില്ലല്ലോ? ഞാൻ വന്നപ്പോ തന്നെ നോക്കുവാ. എനിക്ക് എങ്ങനെ അറിയാനാ? നിന്നെ പോലെ തന്നെ ഞാനിപ്പോൾ കൊണ്ട് വന്നതല്ലേ ഉള്ളൂ. ആ, എന്നോട് അവൻ എന്തെന്ന് ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? വിനുവിന്റെ ചോദ്യം കേട്ട നീ അവന്റെ നേരെ ഒരു ഒറ്റ ഇറച്ചിയായിരുന്നു. വിനൊന്ന് കിടുങ്ങിപ്പോയി. എന്റെ മുരുക, ഒടുക്കത്തെ കരിപ്പാണല്ലോ. അപ്പൊ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ അളിയനിച്ചായ തന്നെയാണ് കാരണം. ആ, എന്തായാലും ചോദിച്ചറിയാം. അവൻ മനസ്സിലോർത്തുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഇരുന്നു. എന്താണ് നിച്ചിക്ക് പറ്റിയേ? അവൻ പയ്യെ സമാധാനത്തോടെ അവളോട് ചോദിച്ചതും ഓഫീസിൽ പുതിയ MD വന്നതും അവൻ അയാളെ പിടിച്ച് അയാളുടെ PA ആക്കിയതും ഒക്കെ അവനോട് പറഞ്ഞു. അയ്യേ, അതിനടുത്തരും ദേഷ്യം. അത്രയും നല്ല പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷിക്കല്ല ചെയ്യേണ്ടത്. അവനൊരു ചിരിയോട് അവളെ സൈഡിൽ നിന്ന് കെട്ടിപ്പിടിച്ചു.
എടാ പുല്ല്, അതിന് പുതിയ MD ആയിട്ട് കെട്ടിയെടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയോ നിനക്ക്? അവനൊന്ന് തള്ളി മാറ്റി അവളെ എഴുന്നേറ്റ് നിന്നു. ഇല്ല. കലുതുള്ളി നിൽക്കുന്ന നീയെ നോക്കി പേടിച്ച് പിന്നെ പറഞ്ഞു. അയാളാ വന്നേ, ഓഫീസിലെ പുതിയ MD അയാളാ. മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാനായിട്ട് തന്നെയാ ഇപ്പൊ അങ്ങോട്ട് കൂടെ വന്നേ. നീയ ദേഷ്യത്തോടെ പറഞ്ഞതും വിനുവിന് കാര്യം പിടികിട്ടി. അവന്റെ ചുണ്ടിലൊരു ചിരി പൊടിഞ്ഞു. അല്ല, ആരുടെ കാര്യം നീ പറയുന്നേ? എനിക്കും മനസ്സിലായില്ല. ആവശ്യത്തിന് നിഷ്കുമുഖത്ത് മാറി വിതറിയിട്ട് വിനു ചോദിച്ചു. എടാ അയാള്, അത് അയാളില്ലേ ഇവിടെ താമസിക്കുന്ന? ആര്? നീയൊന്ന് വിക്കിയതും വിനു ആളെ മനസ്സിലായിട്ടും വീണ്ടും അവളോട് ചോദിച്ചു. എടാ പോട്ടാ, എന്റെ കുഞ്ഞിന്റെ അപ്പൻ. ഇച്ചായന്റെ കാര്യം ഞാൻ പറയുന്നേ. അയാളിപ്പോ ഓഫീസിലെ പുതിയ MD. നീയ ദേഷ്യത്തിൽ ഉറക്കം പറഞ്ഞു. ആൽഫി അവൾ ഇച്ചായ എന്ന് വിളിച്ചത് കേൾക്കെ വിനുവിന് വല്ലാത്ത സന്തോഷം തോന്നി. എങ്കിലും അത് മുഖത്ത് വരുത്താതെ അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. ഓഹോ, വീട്ടിൽ കയറിയത് പോരാണ്ട് പോ ഓഫീസിലായോ അയാളുടെ അയഞ്ഞാട്ടം? ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. നീച്ച ഇവിടെ നിൽക്ക്, ഞാൻ അങ്ങനെ പോയിന്ന് കണ്ടിട്ട് വരാം. ഇല്ലാത്ത ദേഷ്യം മുഖത്ത് വരുത്തി അവൻ പറഞ്ഞു. വിനു വേണ്ടടാ, വെറുതെ ആവശ്യമില്ലാതെ നീ വഴക്കിന് പോവണ്ട. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ നോക്കി നീയെ പറഞ്ഞു. ഞാനിപ്പോ വരാം നിജി, എനിക്കാണ്ട് പറയണം. നിജി പേടിക്കണ്ട, ഇവിടെ ഇരുന്നു, ഞാനിപ്പോ വരാം. അത്രമാത്രം അവളോട് പറഞ്ഞ് അവൻ ഫ്ലാറ്റ് വിട്ട് വെളിയിൽ പോയി. എന്റെ കർത്താവേ, ഇനി ചെക്കരുത് എന്നാ ഭാവിച്ചാണെന്തോ. വിനുവിന്റെ പോക്ക് കണ്ട് നീയ തലക്ക് കൈ കൊടുത്ത് സോഫയിലേക്ക് ഇരുന്നു.